നാളെ ശരത്തേട്ടൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. വീട് നിറയെ ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ്റെ 2 പെങ്ങന്മാരും ഭർത്താവിനെയും മക്കളെയും കൂട്ടി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഓടി നടന്ന് ഓരോന്നുണ്ടാക്കി കൊടുക്കാൻ ഞാനൊരുത്തി മാത്രമുണ്ട്. ഒരെണ്ണത്തിന് ഇങ്ങോട്ട് വന്ന് സഹായിക്കാൻ വയ്യ. അവിടെ ഇരുന്ന് ഓർഡർ ചെയ്താൽ മാത്രം മതിയല്ലോ. താൻ വേലക്കാരിയെപ്പോലെ എല്ലാം ചെയ്തു കൊടുക്കണം. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് തന്നോട് എന്തു ആകാം എന്നാണ് വിചാരം. 2 വർഷം മുമ്പാണ് അനാഥയായി എന്നെ ശരത്തേട്ടൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ച ശേഷം അമ്മായിയുടെ വീട്ടിൽ വേലക്കാരിയെപ്പോലെ കഴിഞ്ഞു വരികയായിരുന്നു. ഒരു തുണിക്കടയിൽ ബില്ലിംഗ് ജോലി ഉണ്ടായിരുന്നു. ഒരിക്കൽ കടയിൽ വന്ന് ശരത്തേട്ടൻ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അമ്മായിയോട് വന്ന് പെണ്ണ് ചോദിച്ചു. കല്യാണം നടത്തിത്തരാനുള്ള പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അമ്മായി ഒഴിഞ്ഞു. വേണമെങ്കിൽ സ്വന്തം ചെലവിൽ കെട്ടിക്കൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ ശരത്തേട്ടൻ എന്നെ രജിസ്റ്റർ മാരേജ് ചെയ്തു. അഷ്ടിക്ക് വകയില്ലാത്ത എന്നെ കെട്ടിയത് ഏട്ടൻ്റെ അമ്മയ്ക്കും അനിയത്തിമാർക്കും ഒന്നും ഇഷ്ടമായില്ല. ഏട്ടന് ഗൾഫിൽ നല്ല ശമ്പളമുള്ള ജോലിയാണ്. നല്ല സ്ത്രീധനം കിട്ടുന്ന വീട്ടിൽ നിന്ന് ഏട്ടനെ പെണ്ണ് കെട്ടിക്കാനായിരുന്നു ഇവരുടെ എല്ലാവരുടെയും ഇഷ്ടം. പക്ഷെ എന്നെ മതിയെന്ന് ഏട്ടൻ ഒരേ വാശിയിൽ നിന്നു. ശരത്തേട്ടൻ്റെ അച്ഛൻ മരിച്ചുപോയി. അമ്മയും 2 പെങ്ങന്മാരുമാണുള്ളത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1 മാസത്തെ അവധി തീർന്നപ്പോൾ തിരിച്ചു പോയതാണ് ഏട്ടൻ. 2 വർഷം കഴിഞ്ഞുള്ള വരവാണ്. 3 മാസത്തെ ലീവിനാണ് വരുന്നത്. വീഡിയോ കോളിൽ എന്നും കാണുമെങ്കിലും നേരിൽ കാണാൻ പറ്റാത്ത സങ്കടം രണ്ടാൾക്കും ഉണ്ട്. ശരത്തേട്ടൻ പോയപ്പോൾ മുതൽ ഇവിടെയുള്ളവർ എന്നെ ഒരു വേലക്കാരിയെ പോലെയാണ് കാണുന്നത്. ഒന്നും ഏട്ടനെ അറിയിച്ച് ഞാൻ സങ്കടപ്പെടുത്തിയിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് അമ്മയ്ക്കും എനിക്കുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി എല്ലാ ജോലിയും തീർത്തിട്ടാണ് ജോലിക്ക് പോകുന്നത്. കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ ജോലി വിട്ടിട്ടില്ല. അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും അത് മാത്രം ഞാൻ കാര്യമാക്കിയില്ല. അതിൻ്റെ മുറുമുറുപ്പുണ്ട്. ശാരിക്ക് കടുപ്പത്തിൽ ചായ വേണം. അവൾക്ക് നല്ല തലവേദനയുണ്ട്. അമ്മായിയമ്മ ഭവാനി അടുക്കള വാതുക്കൽ വന്ന് പറഞ്ഞു, ഇപ്പോൾ എടുക്കാം. അത് കഴിഞ്ഞു സിന്ധുവിൻ്റെയും ശാരിയുടെയും പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണം. പിള്ളേർക്ക് വിശക്കും. ശരിയമ്മേ. ശാരിക്ക് ചായ ഇട്ട് കൊടുത്തു. സിന്ധുവും ശാരിയും ഏട്ടൻ്റെ സഹോദരിമാരാണ്. അവരുടെ പിള്ളേർക്ക് പഴംപൊരി ഉണ്ടാക്കി കൊടുത്തു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും വേണമെന്നായി. ഒരാൾക്ക് ചായ, ഒരാൾക്ക് കാപ്പി, ഒരാൾക്ക് കട്ടൻ, ഒരാൾക്ക് പാല്, ഒരാൾക്ക് മധുരം കൂട്ടി. ഓരോരുത്തരുടെയും ഓരോ ടേസ്റ്റ്. വെറുതെ ഇരുന്ന് ഓർഡർ ഇട്ടാൽ മതി അവർക്ക്. പട്ടിയെപ്പോലെ പണിയെടുക്കാൻ ഞാൻ മാത്രം. ചോദിക്കാനും പറയാനും ആരുമില്ല. കയ്യിൽ പൈസയില്ല. അതുകൊണ്ട് എല്ലാവർക്കും എന്തും പറയാനും വിഷമിപ്പിക്കാനുമുള്ള ചെണ്ടയാണ് ഞാൻ. ശരത്തേട്ടൻ വരുമ്പോൾ ഈ കഷ്ടപ്പാട് കുറച്ച് കുറയും. അതാണ് ആശ്വാസം. ഏട്ടൻ കൊണ്ടുവരുന്ന പെട്ടിയിലുള്ളത് പങ്കിട്ടെടുത്തുകൊണ്ട് പോകാനാണ് ഈ വരവ്. പിന്നെ എനിക്ക് എന്തൊക്കെ കൊണ്ടുവന്നെന്ന് അറിയാനും. ഗൾഫിൽ നിന്ന് ഏട്ടൻ അമ്മയ്ക്കും എനിക്കും വെവ്വേറെ പൈസ അയച്ചാലും എനിക്ക് അയക്കുന്നത് കൂടി അമ്മ പിടിച്ചു വാങ്ങി വെക്കും. അതൊന്നും ഏട്ടനോട് ഞാൻ പറയാറില്ല. അല്ലെങ്കിലും എനിക്ക് ഏട്ടൻ്റെ പൈസ വേണ്ട. ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് എന്തെങ്കിലും വാങ്ങാൻ ആരോടും കൈ നീട്ടണ്ടല്ലോ. ഏട്ടൻ ഇന്ന് വൈകുന്നേരം എത്തും. അതുകൊണ്ട് ഞാനിന്ന് ജോലിക്ക് പോയില്ല. ഏട്ടൻ ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി വെച്ച് കാത്തിരുന്നു. അളിയന്മാർ 2 പേരും കൂടിയാണ് എയർപോർട്ടിൽ വിളിക്കാൻ പോയേക്കുന്നത്. സന്ധ്യ കഴിഞ്ഞപ്പോൾ ഏട്ടനെത്തി. വലിയ പെട്ടികൾ അളിയന്മാർ തന്നെ വാങ്ങിക്കൊണ്ട് അകത്ത് വെച്ചു. ഞാൻ കണ്ണു നിറച്ച് ഏട്ടനെ നോക്കി നിന്നു. പോയ പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. എല്ലാവരും ഏട്ടൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട്. നന്നായി ഒന്ന് കൺകുളിർക്ക് കാണാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി സംസാരം കുളിച്ചിട്ടാവാം. മീനു, എനിക്ക് തോർത്തും മുണ്ടും എടുത്തതാ. ഏട്ടൻ എന്നെ നോക്കി ആരും കാണാതെ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. മോൻ പോയി കുളിച്ചു വാ. അപ്പോഴേക്കും ഞാൻ ചായയും പലഹാരമൊക്കെ എടുത്തു വെക്കാം, ഭവാനിയമ്മ പറഞ്ഞു. ശരത്തേട്ടൻ മുറിയിലേക്ക് പോയി. പിന്നാലെ ഞാനും. അലമാരയിൽ നിന്ന് ഏട്ടനുള്ള തോർത്തെടുക്കുമ്പോൾ ഏട്ടൻ വന്നിട്ട് പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു. എത്ര നാളായി പെണ്ണെ നിന്നെ ഒന്ന് കണ്ടിട്ട്. പിൻകഴുത്തിൽ ഉമ്മ വെച്ചുകൊണ്ട് ഏട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചു. ആ സ്നേഹച്ചൂടിൽ ഞാനും ലയിച്ചു പോയി. തിരിഞ്ഞ് ഏട്ടൻ്റെ നെഞ്ചിൽ മുഖം ചേർക്കുമ്പോൾ ഞാൻ കരഞ്ഞുപോയി. എന്തിനാ മീനു കരയണേ? സന്തോഷം കൊണ്ടേട്ടാ. നീ ഒരുപാട് മെലിഞ്ഞുപോയി. ഏട്ടൻ പോയതുപോലെ തന്നെ. ശരത് അവളുടെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തി മീനുവിൻ്റെ പിടയ്ക്കുന്ന മിഴികളിൽ നോക്കി. ആ ചുണ്ടിൽ അരുമയായി ചുംബിച്ചു. ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലായതുകൊണ്ട് ഇരുവരും ഗാഠമായി പുണർന്നു. ആവേശത്തോടെ പരസ്പരം ചുണ്ടുകൾ നുകർന്നു. കഷ്ടിച്ച് 1 മാസത്തെ മധുവിത് കഴിഞ്ഞു പിരിഞ്ഞവരാണ്. വികാരമടക്കി കാത്തിരിക്കുന്നത് എല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ അവൾ വിട്ടുമാറി. ഏട്ടാ വിട്ടേ, അവിടെ എല്ലാവരും ഉണ്ട്. എന്നെ അങ്ങോട്ട് കണ്ടില്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കുറച്ച് കഴിഞ്ഞു പോകാം. അവൻ അവളെ പിടിച്ചു വെച്ചു. കുളിച്ചു വാ. എല്ലാം ഇനി രാത്രി മതി. ഇനി നിന്നാൽ ശരിയാവില്ല. ഏട്ടനെ തള്ളിമാറ്റി ഞാൻ അടുക്കളയിലേക്ക് ഓടി. അവിടെ ചെല്ലുമ്പോൾ അമ്മയും പെങ്ങന്മാരും കൂടി എല്ലാം അവരാണ് ചെയ്തതെന്ന ഭാവത്തിൽ മേശപ്പുറത്ത് നിരത്തുകയാണ്. ഏട്ടൻ കുളിച്ചു വന്നിരുന്നപ്പോൾ അമ്മ ചായ കൊണ്ടു കൊടുത്തു. പെങ്ങന്മാർ അപ്പുറവും ഇപ്പുറവും നിന്ന് പലഹാരങ്ങൾ മത്സരിച്ചു കൊടുക്കുന്നുണ്ട്. ഏട്ടൻ വരുന്നതറിഞ്ഞ് ഞങ്ങളും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എല്ലാം, സിന്ധു പറഞ്ഞു. രുചിയുണ്ടോ ഏട്ടാ?
ശാരി ചോദിച്ചു. എൻ്റെ ഭാര്യ ഉണ്ടാക്കിയത് കഴിച്ചാൽ എനിക്കറിഞ്ഞൂടെ, അവൾ എന്തുണ്ടാക്കിയാലും മോശമാവില്ലല്ലോ. ശരത്തേട്ടൻ സ്നേഹത്തോടെ എന്നെ നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അമ്മയും പെങ്ങന്മാരും നാണം കെട്ടുപോയി. പെട്ടി പൊട്ടിക്കുന്നില്ലേ ആളിയാ? രാത്രി ഏട്ടൻ കിടക്കാനൊരുങ്ങിയപ്പോൾ സിന്ധുവിൻ്റെ ഭർത്താവ് ചോദിച്ചു. അത് നാളെ പൊട്ടിക്കുന്നുള്ളൂ, കുപ്പിയൊന്നും ഇത്തവണ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് അളിയന്മാർ അത് നോക്കിയാണ് നിൽക്കുന്നതെങ്കിൽ പോയി കിടന്നുറങ്ങിക്കോ. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇടയ്ക്കുള്ള വെള്ളം അടി നിർത്തി. മീനുവിനും അതിഷ്ടമല്ല. ശരത് പറഞ്ഞത് കേട്ട് അളിയന്മാരുടെ മുഖം ഇരുണ്ടു. നീ ഇപ്പോഴേ അച്ചിക്കോന്തനായോ? വല്ലപ്പോഴും കുടിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. അമ്മയാണ്. ഏട്ടൻ കുപ്പി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ സാരമില്ല, ഇവർക്കിവിടുന്ന് മേടിച്ചു കൊടുക്ക്. വന്നിട്ട് ഇത്രയെങ്കിലും ചെയ്യ്. ഈ വീട്ടിൽ ഇനി ആരും കുടിക്കുകയും വലിക്കുകയും ഒന്നും വേണ്ട. അതെല്ലാം ഞാൻ ഒഴിവാക്കിയതാ. അത് കേട്ട് എല്ലാവരും നിരാശരായി. ഞങ്ങൾക്കെന്താ ഏട്ടൻ കൊണ്ടുവന്നേ? അതെങ്കിലും എടുത്തതാ. നിങ്ങളൊക്കെ ഞാൻ ഇത്രയും കാലം കൊണ്ടുവന്നതൊക്കെ വാങ്ങിപ്പോയേ പിന്നെ അടുത്ത വരവിലല്ലേ ഇങ്ങോട്ട് വരുന്നത്. എല്ലാവർക്കും എൻ്റെ പണവും ഞാൻ കൊണ്ടുവരുന്നതും മതിയെന്ന് നേരത്തെ തന്നെ എനിക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് ഇത്തവണ ആർക്കും ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതിനുള്ളിൽ എൻ്റെ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ അങ്ങോട്ട് പോണില്ല. ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചു. അതുകൊണ്ട് വെറുതെ ഓരോന്ന് വാങ്ങി കാശ് കളയാൻ നിന്നില്ല. നിങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ വാങ്ങിയതല്ലേ. ഇനി അങ്ങോട്ട് കുറച്ചൊക്കെ സഹായിക്കേണ്ടി വരും. പിന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്ന പൈസയൊക്കെ അമ്മ വാങ്ങി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങ് തന്നേക്ക്. ആവശ്യം വരും എനിക്ക്. അത്രയും പറഞ്ഞ് ശരത് മുറിയിൽ പോയി. അവൻ്റെ തീരുമാനം അറിഞ്ഞ് മീനുവിന് ഒത്തിരി സന്തോഷം തോന്നി. താൻ ഒന്നും പറയാതെ തന്നെ തൻ്റെ ഭർത്താവ് തന്നെ മനസ്സിലാക്കിയതിൽ മീനു സന്തോഷിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഭാര്യയെയും കൂട്ടി അളിയന്മാർ സ്ഥലം വിട്ടു. എങ്ങാനും സഹായിക്കേണ്ടി വന്നാലോ എന്ന് കരുതിയാണ് മുങ്ങിയത്. ഭവാനിയമ്മയും അതോടെ ഒതുങ്ങി. ജീവിതം സന്തോഷത്തോടെ പോകാൻ തുടങ്ങിയപ്പോൾ മീനുവിനും സമാധാനമായി. പ്രിയപ്പെട്ടവൻ ഒപ്പമുണ്ടല്ലോ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.